സൈക്കോളജി പഠിക്കാൻ വേണ്ടി സിവിൽ സർവീസ് എടുത്ത ഒറ്റ ആളായിരിക്കും തോന്നുന്നു ഈ ഒരു കൺട്രിയിൽ. എന്നെ തന്നെ പറ്റിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ ഇറ്റ് റിയലി ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് ഐ ഷുഡ് നോട്ട് ബി ദെയർ. നമസ്കാരം, ഞാൻ അരുൺ PT, തമിഴ്നാട് സ്വദേശിയാണ്. അപ്പോൾ മലയാളി വ്യൂവേഴ്സ്, என்னுடைய തമിഴും ഇംഗ്ലീഷും കലർന്ന മലയാളം ക്ഷമിക്കണം. என்னுடைய ജീവിതത്തെ ഒരു കഥയായിട്ട് പറയണമെങ്കിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൺഫ്യൂഷൻസ് ആണ്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു என்னுடைய ലൈഫിൽ. നമുക്കത് തമിഴിലെ കുഴപ്പം എന്ന് പറഞ്ഞാൽ മതി, മലയാളത്തിലത് ആശയക്കുഴപ്പം എന്ന് പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു അവിയൽ ബാൻഡ്, റോക്ക് ബാൻഡിലെ ഒരു സോങ് ഉണ്ട്, ഞാൻ ഞാറാ, അങ്ങനത്തെ ഉള്ള ഒരു കൺഫ്യൂഷനാണ്. അതല്ലാതെ ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, ബ്ലണ്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ദിസ് കൺഫ്യൂഷൻ ആൻഡ് ദ ബ്ലണ്ടേഴ്സ് ഇസ് വാട്ട് ഹാസ് മെയ്ഡ് മീ. ഐ എം വെരി താങ്ക്ഫുൾ ഫോർ സച്ച് എക്സ്പീരിയൻസസ്. ഞാൻ എന്നോട് ഭാര്യയോട് പറയാറുണ്ട്, ഇൻ എ ലൈറ്റ് ഹാർട്ടഡ് വേ, ഞാൻ മരിച്ച ശേഷം എന്നോട് ശവത്തെ അടക്കണമെങ്കിൽ അല്ലെങ്കിൽ കത്തിക്കണമെങ്കിൽ അതിൽ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സംതിങ് കോൾ ദിസ് കോപ്പർ പോട്ട് ട്രീസ്. ഒരു മഞ്ഞ നിറത്തിലുള്ള പൂ, നിങ്ങൾ അവന്യൂ ട്രീസ് എന്ന് പറയും, കുറേ കണ്ട് കാണും. മലയാളത്തിൽ അതൊരു പേരെനിക്കറിയില്ല. സോ ദിസ് കോപ്പർ പോട്ട് ട്രീസ് ഉடைய ഫ്ലവേഴ്സ്, ദിസ് എ വെരി ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് ഫ്രം ഇറ്റ്. അപ്പോൾ ഇത് എനിക്ക് ഓർക്കുമ്പോൾ ഈ ഒരു സ്മെല്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് സമ്മേഴ്സ്. ഞാൻ സ്കൂൾ സമയത്തിൽ, ഈ ഹോളിഡേ സമയത്തിൽ ദിസ് വിൽ ബി ഇൻ ഫുൾ ബ്ലൂം. അപ്പോൾ എനിക്ക് ഈ ഒരു സ്മെല്ല് വരുമ്പോൾ ഇറ്റ്സ് എ സ്മെൽ ഓഫ് ഫ്രീഡം. ഐ ഡോണ്ട് നീഡ് ടു ഗോ ടു സ്കൂൾ പോവേണ്ട. അപ്പോൾ ആ ഓർമ്മയാണ് വരുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരു ക്യാരക്ടർ ഒരു സ്റ്റുഡൻറ്റ് പറയുമ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്ക് അറ്റൻഷൻ സ്പാൻ വളരെ വീക്കാണ്. പർട്ടിക്കുലർലി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എനിക്ക് ഒരുപാട് സമയം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എന്നോട് അച്ഛൻ എപ്പോഴും ക്ലാസ് കഴിഞ്ഞിട്ട് എന്നോട് നോട്ട്ബുക്ക് നോക്കും, ഒരുപാട് ബ്ലാങ്ക് സ്പേസസ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഡേ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ടോടെ വീട്ട്, ക്ലാസ്മേറ്റ്സോടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ നോട്ട്സ് നോക്കി ഞാൻ കോപ്പി ചെയ്യും. അതുപോലെ ഇന്നൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ, ഞങ്ങൾക്ക് ഹോംവർക്ക്, ഹാൻഡ് റൈറ്റിംഗ് ഹോംവർക്ക് ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലിരുന്ന് നോക്കി എഴുതണം. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, ആസ് എ സ്റ്റുഡൻറ്റ് ഐ വാസ് എ മിസ്ഫിറ്റ് ഇൻ എ ട്രഡീഷണൽ schooling system. I was finding it very difficult to sit for this many hours and focus. So it was a very confusing period. പക്ഷേ എനിക്കുള്ള എക്സ്പോഷറിൽ ഞാൻ ഇൻഫാക്ട് ചില കാര്യങ്ങൾ കൂടെ പറയണം. മാത്സ് ആൻഡ് ഫിസിക്സ് ഇതെല്ലാം ഞാൻ ഫെയിലായിട്ടുണ്ട്. അവിടുത്തെ ഉള്ള നല്ല ടീച്ചേഴ്സ് കൊണ്ടാണ് ഞാൻ എങ്ങനെയും സ്കൂൾ കടന്നത്. ബട്ട് ആഫ്റ്റർ ദാറ്റ്, വിത്ത് വാട്ട് എവർ എക്സ്പോഷർ ഐ ഹാഡ്, എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത് ബയോളജിക്കൽ സയൻസസ് ആയിരുന്നു. അപ്പോൾ സുവോളജി, BSc സുവോളജി ഞാൻ ലയല കോളേജിൽ ചേർന്നു. I was a very shy kind of person. എനിക്ക് ഭയങ്കര ഒരു സ്റ്റേജിലിരുന്ന് ഞാൻ സ്കൂളിൽ സംസാരിച്ചിട്ടില്ല. ഒരു ക്രൗഡ് നോക്കി എനിക്ക് പറയാൻ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് കോൺഷ്യസ് ആയിട്ട് അത് ഓവർകം ചെയ്യണമെன்ற ഒരു ഐഡിയയോടെ ഞാൻ ലയല കോളേജിൽ ഓറൽ അസൈൻമെൻറ്റ്സ് സെലക്ട് ചെയ്യുമായിരുന്നു. നമുക്ക് അസൈൻമെൻറ്റ് റൈറ്റ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഒരു ലെക്ചറായിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓറൽ അസൈൻമെൻറ്റ്സ് പല പ്രാവശ്യം ചെയ്ത് അതിൽ ഒരുപാട് കോമഡീസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു 3-4 ടൈംസ് കഴിഞ്ഞ ശേഷം ഐ വാസ് ഏബിൾ ടു ഓവർകം ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ്. അതുപോലെ ഇന്നൊരു കാര്യം പറയുകയാണെങ്കിൽ, സ്റ്റുഡൻസ് ഇപ്പോൾ സ്കൂൾ സമയത്തിലും ശരി, കോളേജ് സമയത്തിലും ശരി, என்னுடைய ക്ലാസ്മേറ്റ്സ് യൂസ് ടു കം ടു മൈ ഹൗസ് ഓർ ടു മൈ റൂം. എക്സാമുക്ക് മുൻപ് പഠിപ്പിച്ച് കൊടുക്കണമെന്ന് പറയും. സോ ഐ യൂസ് ടു ടീച്ച് ദം. സോ ദ റൈറ്റിംഗ് വാസ് കൈൻഡ് ഓഫ് ഓൺ ദ വാൾ, വാട്ട് ഐ ഹാവ് ടു ഡു, വാട്ട് ഐ ഹാവ് ടു ബിക്കം. ബട്ട് ഐ ഡിഡ്ന്റ് പേ ഹീഡ്. അത് കഴിഞ്ഞ് ഇന്നൊരു കാര്യം കൂടെ പറയണം. ലയല കോളേജ് പോലെ ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് ഒരുപാട് എക്സ്പോഷർ, ഫിലിം ക്ലബ്സ്, മ്യൂസിക് എക്സ്പോഷർ കിട്ടി. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം നൈറ്റിനാണ് ഓൾഡ് ഹിന്ദി സോങ്സ് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഹേമന്ത് കുമാറോട് ഒരു സോങ് ഉണ്ട്, ഏ രാത് ഹേ ചാന്ദനി ഫിർ കഹാ സുൻ ജാ ദിൽ കി ദാസ്താൻ. അത് ഒരു റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെപ്പോലെ നമ്മൾ ബാക്ക് അടിക്കാനോ ലൂപ്പ് അടിക്കാനോ പറ്റില്ല. അപ്പോൾ റീവൈൻഡ് ചെയ്ത് വാക്ക്മാനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, എവറി എക്സ്പീരിയൻസ്, അത് നിങ്ങൾക്ക് വേദന കൊടുക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ സന്തോഷം കൊടുക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കാം. എവറി എക്സ്പീരിയൻസ് കൗണ്ട്സ്. ഇറ്റ് ടീച്ചസ് സംതിങ് ടു യു, വാട്ട് യു ആർ. ഞങ്ങൾ സൈക്കോളജിയിൽ ഹോവാർഡ് ഗാർഡനർ എന്നൊരാളുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില പേര് ലേസർ ലൈറ്റ് പ്രൊഫൈൽ എന്ന് പറയും. അവർക്ക് സ്പെഷ്യലിസ്റ്റാണ്. ഒരു കാര്യം 2 കാര്യം മാത്രം നന്നായിട്ട് ചെയ്യാൻ പറ്റും.
They're very passionate about it. Another kind of people is the searchlight profile എന്ന് പറയും. ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനറലിസ്റ്റ്സ് ആണ്. So I fall more in the laser light kind of profile. Like most of the Indians, I didn't know what to do after BSc. പൊതുവേ എഞ്ചിനീയറിംഗ് ഡോക്ടർ ഇങ്ങനെ ആകാതെ ആളുകൾ BAO BSc ചെയ്യും, അത് കഴിഞ്ഞ് MA MSc ചെയ്യും, ഇപ്പോൾ MPhil ഇല്ല, അത് കഴിഞ്ഞ് PhD ചെയ്യും, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. So I just shifted to MSc Zoology. I shifted to American College, Madurai. അച്ഛനൊക്കെ ട്രാൻസ്ഫർ ആയതുകൊണ്ട് അവിടെ പോയി. American College was the first institution in my life, in my academic career. എന്തോ കത്തി, നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഞാൻ പഠിച്ചു. അതിൽ പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും എനിക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി വെരി ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ, ഇൻസ്പയറിംഗ് അറ്റ്മോസ്ഫിയർ. അതിനുശേഷം ഞാൻ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി. ആ സമയത്തിൽ എനിക്ക് സിപ്ലായിൽ ജോലി കിട്ടി ആസ് എ മെഡിക്കൽ റെപ്പ്. After that, I moved on to Glaxo. I worked with Glaxo for some time in Tanjore. I was a perfect misfit. I was a very bad employee. There are two parts in this sales and marketing, particularly medical rep. ഒരു കാര്യം നമ്മൾ ഒരുപാട് സയൻസസ് പഠിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കി ഡോക്ടേഴ്സോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. That part was good. The other part, the sales part, I was very bad. So again, I had to move from that place. ആ സമയത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, വേറെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് മിസ്റ്റർ ജയശീലൻ. ഹി ഈസ് നൗ പാർട്ട് ഓഫ് ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ് ആൻഡ് ഓഫീസർ ഇൻ ആർ ഇന്ത്യ സിവിൽ സർവീസ്. സോ പുള്ളിക്കാരനക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ, വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ, ആംബിഷ്യസ് പേഴ്സൺ. സോ ഹി വാണ്ടഡ് ടു പ്രിപ്പയർ ഫോർ സിവിൽ സർവീസ്. സോ ഹി ആസ്ക്ഡ് മീ, ഞാൻ ചെന്നൈ പോവാണ് പഠിക്കാണ്, നിങ്ങളും വരുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെന്നൈ പോയി. അപ്പോഴും എനിക്കൊരു പിടിയുണ്ട്, ഞാൻ പലതരത്തിലുള്ള കോച്ചിങ് എക്സെപ്റ്റ് സിവിൽ സർവീസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പുള്ളിയോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പുള്ളി ഓപ്ഷണൽ കുറിച്ച് പറഞ്ഞു, പല ഓപ്ഷണൽസ് ഇതിലുണ്ട്. അപ്പോൾ ആ സമയത്തിലാണ് എനിക്ക് സൈക്കോളജി ഉണ്ടെന്നാണ് ചോദിച്ചു. അപ്പോൾ ഓൺ ദാറ്റ് സ്പോട്ട് ഐ ഡിസൈഡഡ്, വെൻ ഹി എക്സ്പ്ലൈൻഡ് ഇറ്റ് ടു മീ ദാറ്റ് സൈക്കോളജി ഓപ്ഷണൽ ഉണ്ട്, ഇതാണ് സിലബസിന് കാര്യങ്ങൾ പറഞ്ഞ സമയത്തിൽ ഞാൻ അപ്പം തീരുമാനിച്ചു സിവിൽ സർവീസ് പഠിക്കാൻ പോകാനും. അപ്പോൾ സൈക്കോളജി പഠിക്കാൻ വേണ്ടി സിവിൽ സർവീസ് എടുത്ത ഒറ്റ ആളായിരിക്കും തോന്നുന്നു ഈ ഒരു കൺട്രിയിൽ. I didn't think about the job, I didn't think about the rest of the process. I wanted to just study psychology in the best way possible. I'm very thankful to UPSC for giving this opportunity, because UPSC demands a real conceptual clarity. നമ്മൾ എന്ത് പഠിച്ചാലും അതിൽ ഒരു സ്ട്രെങ്ത്തും ക്ലാരിറ്റിയും വേണം. ചുമ്മാ നമ്മൾ റോട്ട് മെമ്മറി വെച്ചിട്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ ഒരു നല്ല ഗ്രിപ്പും ക്ലാരിറ്റിയും ആവശ്യമാണ്. So that process, it took 5 attempts for me. I cleared this exam in my 5th attempt. എല്ലാ സമയം പ്രിലിംസ് ക്ലിയർ ചെയ്യും, പക്ഷേ മെയിൻസ് I cleared only twice. The third mains I went to interview, I couldn't clear, and again 5th attempt I cleared the mains and was called for interview and I cleared it. I got through the reserved list and I was allotted Postal Service. I'm still thankful, very much thankful to Indian Postal Service, because as a job, it's a very generalist job. Logistics നോക്കണം, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് അക്കൗണ്ടിങ് നോക്കണം, സെയിൽസ് മാർക്കറ്റിംഗ് നോക്കണം, ലേബർ റിലേഷൻസ് നോക്കണം. പക്ഷേ അത് ഇറ്റ്സ് ബൗണ്ട് വിത്തിൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്, ബട്ട് ദ ജോബ് ഇസ് എ വെരി ജനറലിസ്റ്റ് നേച്ചർ. ആൻഡ് പോസ്റ്റൽ സർവീസിൻ്റെ ഒരു ട്രെയിനിങ് നോക്കുമ്പോൾ 50% ക്ലാസ് റൂം ആൻഡ് 50% ഫീൽഡ്. സോ ഇറ്റ് റിയലി ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് I should not be there. Otherwise, I have nothing against the service, because it's one of the best jobs. People prefer it because it's very peaceful and non-interference kind of job. But for me, I was misfit there. And that clearly told me, any generalist job, I am not going to survive for long. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ബട്ട് ഇറ്റ് വാസ് എ വെരി വെരി ടഫ് ഡെസിഷൻ ടു മേക്ക്. യു നോ ദാറ്റ് ഐ ഡിഡ്ന്റ് ഹാവ് എ സോളിഡ് പ്ലാൻ ബി. എന്താ ചെയ്യുക അത് കഴിഞ്ഞിട്ട്? ഇത് ശരിയല്ലെന്ന് തോന്നി. അപ്പോൾ ഹൗ മൈ പാരൻസ് വുഡ് റിയാക്ട്, ഇതുപോലെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു എന്നെ തന്നെ പറ്റിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. Because അങ്ങനെ ഒരു if I live a life of lie, then I would be not happy, and I don't think I would be able to make anyone happy. So it was a very tough call, but I went ahead and took the decision that I'm going to quit. So within a year, I took the decision. At the time, one of my friend, Mr. Sampath, used to make international calls from Africa. So a lot of talking with him, made me clear about this decision and helped me take this decision. അതിന് ശേഷം ഞാനൊരു 13-15 years ആയിട്ട് സൈക്കോളജി സ്റ്റുഡൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. The point here I want to tell you is, see, the most important thing in life is to know who you are. I would use a quote of Viktor Frankl, a psychologist. പുള്ളി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരുന്ന് കുറേ ദിവസം ഇരുന്ന് somehow escaped death and came out.
So what he told is, if you are able to understand the why of life, then you will be able to manage the how or what of life. So the purpose and meaning in life is very important. You need to identify who you are. See, mostly I have seen people saying that I want to follow my passion. Perfect. But your passion and your aptitude has to be in synchrony. ഇത് രണ്ടും ഒരുമിച്ച് പോകണം. അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ probably there is an error in your compass. Please check your compass. Probably that dream is not your dream. You have believed that it is your passion and dream, or it's an illusion, or you have not tried hard enough. ആ ഒരു കഴിവുകൾ നിങ്ങൾ റെഡിയാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നെ കൊടുത്തിട്ടില്ല. So it's very important that if you are following your passion, see to that it fits with your skill set. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സൈക്കോളജിയിൽ ഇന്നൊരു കോൺസെപ്റ്റ് പറയാറുണ്ട്, ഫ്ലോ എன்ற ഒരു കോൺസെപ്റ്റ്. സോ ദ ഫ്ലോ സിറ്റുവേഷൻ ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. യു ബിക്കം വാട്ട് യു ഡു. You lose a sense of time. So you need to be in that zone which helps you achieve that flow. So this is what you have to do. This life is really, worth living. You need to celebrate life. You need to identify who you are, what your strengths are, and be very clear about you. In fact, I have seen this the kind of cottage industry of self-help and motivation, where people, pump you up. You can do this. Think big. What is big, what is small is very, very subjective. So it's very important that you identify what is meaningful and good for you, what you can perform the best. Somebody can be very happy doing a 9-to-5 job. Absolutely no problem. They don't need to be creative. So our identification, a self-search, every experience teaches you that. So live your life with celebration. Keep up the josh. Thank you. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.